ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലിഹി വസഹ്ബിഹി വമൻ വാലാഹു വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല ഈ ആയത്താണ് പറഞ്ഞു വന്നത് അല്ലേ. അതിന് നമ്മൾ ഈ ആയത്തിറങ്ങിയതിൻ്റെ പശ്ചാത്തലമാണ് പറഞ്ഞത് അല്ലേ. എവിടെയാണ് ഇറങ്ങിയത്, എപ്പോഴാണ് ഇറങ്ങിയത്? അഹ്സാബ് യുദ്ധ സമയത്തല്ല, ഇതിറങ്ങിയത് അതിന് മുമ്പ്, അഹ്സാബിന് മുമ്പ്. എപ്പോഴാ ഇത് അഹ്സാബ് യുദ്ധവും ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ അഹ്സാബ് യുദ്ധ സാഹചര്യമാണ്. ഈ ആയത്തിന് തൊട്ട് മുമ്പുള്ളതൊക്കെ അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ഈ ആയത്തിന് ശേഷം ഇനി വരുന്നതും അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഈ വചനം ഉഹദ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അനസ് ബിൻ നബർ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്, രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട ചരിത്രം പറഞ്ഞു. അവിടെയാണ് അത് ഇറങ്ങിയത്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃ സഹോദരനാണ് അനസ് ബിൻ നബർ. അപ്പോൾ അദ്ദേഹം ഉഹുദിൽ ഷഹീദായരെന്നൊക്കെ പറഞ്ഞില്ലേ. അദ്ദേഹത്തിൻ്റെ പെങ്ങൾ റുബയ്യ ബിൻതു നബറാണ്. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ സംഭവം അത് പറഞ്ഞിട്ടാണ് അനസ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയത്. ആ വിഷയത്തിലാണ് ഇറങ്ങിയെന്ന് വന്നത്. അതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. പിന്നെ ആയത്തിൻ്റെ അർത്ഥങ്ങളിൽ നമ്മൾ മിൻഹും മൻ ഖദാ നഹ്ബഹു എന്ന് പറയുന്ന നഹബിന് കുറേ അർത്ഥങ്ങളുണ്ട് എന്നിട്ട് നമ്മളതിൻ്റെ ഇതൊക്കെ പറഞ്ഞു. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ചില പ്രധാന ചരിത്രങ്ങളുണ്ട്. അതിലൊന്ന് ഈ ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയത് ആരുടെ ഖബറിൻ്റെ അടുത്ത് വെച്ചാണ്, അല്ല ആരുടെ മരിച്ചവരുടെ അടുത്ത് വെച്ചാണ് ഓതിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമ്മൾ. മിസ്അബ് റളിയല്ലാഹു തആല മിസ്അബ് റളിയല്ലാഹു തആല ഉഹുദിൽ ഷഹീദാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നു. എനിക്കൊന്നത് ഖബറിൻ്റെ അരികിൽ നിന്നു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് ഓതി, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി എന്നുള്ള ഈ ആയത്ത് മുഴുവൻ ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസൂറൂഹും, നിങ്ങളവരെ സന്ദർശിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലതിൽ പറഞ്ഞത് നിങ്ങൾ ഫസല്ലിമു അലൈഹിം, നിങ്ങൾ അവർക്ക് സലാം പറയണം. അന്ത്യനാൾ വരേക്കും നിങ്ങൾ സലാം പറയുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സലാം മടക്കും എന്ന അർത്ഥത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം ഹാക്കിം മുസ്തദറക്കിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഉഹുദ് ശുഹദാക്കളുടെ വിഷയത്തിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തോതി മിസ്സബറുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. പിന്നെ ഈ ആയത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, ഈ ആയത്തിറങ്ങിയത് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെയും അനസ് ബിൻ നദറിൻ്റെയും കൂട്ടരുടെയും പേരിലാണെന്നാണ്. ഹംസത്തിനെയാണ് ഈ ആയത്തിൻ്റെ വിഷയത്തിൽ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുന്തിപ്പിച്ചത്. ഈ ആയത്തിൻ്റെ വിഷയം ബദറിൻ്റെ ശ്വേതാക്കളുടെ വിഷയത്തിൽ, ബദരീങ്ങളുടെ വിഷയത്തിൽ ഇതിൻ്റെ വിഷയമുണ്ട്. കാരണം എന്താ, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിനോടെടുത്ത കരാറ് സത്യസന്ധമായി പുലർത്തിയ ചിലർ മുഅ്മിനീങ്ങളിലുണ്ട് എന്നാണ്. ഫമിൻഹും മൻ ഖദാ നഹ്ബഹു, തൻ്റെ നേർച്ചയും തൻ്റെ സത്യവും തൻ്റെ കരാറും നിർവഹിച്ചവർ, അല്ലെങ്കിൽ തൻ്റെ മരണം വരിച്ചവർ അവരിലുണ്ട്. വമിൻഹും മൻ യൻതദിർ, കരാർ പൂർത്തീകരിക്കാൻ, നേർച്ച വീട്ടാൻ, പിന്നെ മരണം വരിക്കാൻ, രക്തസാക്ഷിത്വം ഏൽക്കാൻ പ്രതീക്ഷിച്ച് കഴിയുന്നവരും അവരിലുണ്ട്. മനസ്സിലായോ? ചിലർ റസൂലുള്ളാഹിനോട് കരാർ ചെയ്തിരുന്നു, റസൂലെ നിങ്ങളുടെ മാർഗ്ഗേണ, ദീനിൻ്റെ മാർഗ്ഗേണ, നിങ്ങളെ സംരക്ഷിക്കുന്ന മാർഗ്ഗേണ ഞാൻ മരിക്കുമെന്ന് റസൂലുള്ളാഹിനോട് സത്യം ചെയ്ത് കരാറെടുത്ത ആളുകളുണ്ടായിരുന്നു എന്നാണ്. അതാണ് ഇവിടെ വിഷയം എന്ന് ഇതിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പിന്നെ വമാ ബദ്ദലു തബ്ദീല എന്നാണ്. എന്ത് കരാറാണ് അവർ അള്ളാഹ്ക്ക് ചെയ്തത്? ഇവരിൽ കരാറ് വീട്ടാൻ, നേർച്ച നിർവഹിക്കാൻ, മരണം വരിക്കാൻ, രക്തസാക്ഷിത്വം ഏൽക്കാൻ പ്രതീക്ഷിച്ച് കഴിയുന്നവർ അവരിലുണ്ട്. വമാ ബദ്ദലു തബ്ദീല, അവർ ചെയ്ത കരാർ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അവർ മാറ്റം വരുത്തിയിട്ടില്ല. കരാർ അവർ അള്ളാഹിനോട് ചെയ്തിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളതാണ്, അതൊരിക്കലും മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ബദറിൽ കഴിഞ്ഞു പോയ വിഷയമാണ്. മനസ്സിലല്ലേ? ഇത് ആയത്തിറങ്ങുമ്പോൾ ഉഹദിൽ നിലനിൽക്കുന്ന വിഷയമാണ്. ഇതല്ലേ, ഖന്തഖ് യുദ്ധത്തിൻ്റെ ആളുകൾ
ഖന്തഖ് യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളുണ്ടല്ലോ, അവരുടെ വിഷയത്തിൽ ഇതെന്താണ്, അവരുടെ വിശേഷണവുമാണ്, അവരുടെ വിശേഷണവുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിനെ ക്രോഡീകരിക്കുന്ന ആളുകളിൽ എന്ത് ചെയ്തത്, ഈ ഖന്തഖ് യുദ്ധത്തിൻ്റെ ആയത്തുകൾ ഇറങ്ങിയ സാഹചര്യത്തിൽ ഇതിനെ ചേർത്ത്, അല്ലെങ്കിൽ ഈ ആയത്ത് ഉഹദിൻ്റെ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ്. അതിൽ നമ്മളെ വിഷയം പിന്നെ ഈ ആയത്തിറങ്ങിയത് ഹംസത്തിൻ്റെ വിഷയത്തിൽ, ഹംസത്ത് റളിയല്ലാഹു തആലയുടെ വിഷയത്തിൽ എന്ന് പിന്നെ ആര് പറയാറുണ്ട്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. ഹംസത്തിനെ പ്രത്യേകം പറയും. പിന്നെ അനസ് ബിൻ നദർ, പിന്നെ അദ്ദേഹത്തെ പോലുള്ള മിസ്അബ് ബിൻ ഉമൈർ, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ്, അതേപോലെ പിന്നെ ഉഹദിൽ ഷഹീദായവർ. ഈ ഹംസത്തിൻ്റെ വിഷയം ഇത് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഉഹദിലെ പിന്നെ അവസ്ഥയാണ്, ഉഹദിലെ അവസ്ഥയാണ്. പിന്നെ ഒരിക്കൽ പിൽക്കാലങ്ങളിൽ, വളരെ പിൽക്കാലങ്ങളിൽ ഹംസത്തിനാരാ വധിച്ചത്? ഹംസത്തിനാരാ വധിച്ചത്? ഉഹദിൽ വഹ്സിയാണ്. വഹ്സി ഇബ്നു ഹർബാണ് ഹംസത്തിനെ വധിച്ചത്. വഹ്സി. പിന്നെ പിൽക്കാലത്ത് ശാസ്ത്രമാത്രങ്ങളുടെയൊക്കെ വഫാത്ത് കഴിഞ്ഞ് പിൽക്കാലത്ത് ഹിംസ് ദേശത്ത്, ഇറാഖിലെ ഹിംസ് ദേശത്തെ ഒരു മസ്ജിദിൽ വഹ്ഷി ഇരിക്കുകയാണ്. വഹ്ഷി ഇബ്നു ഹർബ് ഇരിക്കുകയാണ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉബൈദുള്ള അൽ ഖിയാർ, ഉബൈദുള്ള ഇബ്നുൽ ഖിയാർ, ഉബൈദുള്ള ഇബ്നു അദി ഇബ്നുൽ ഖിയാർ എന്ന വ്യക്തി പിന്നെ മറ്റൊരു വ്യക്തിയോട് പറയാണ്, വഹ്ഷി ഇബ്നു ഹർബ് മസ്ജിദിൽ ഇരിക്കുന്നുണ്ട്, നമുക്ക് ചെന്നിട്ട് പിന്നെ എങ്ങനെയാണ് ഹംസയെ കൊന്നത്, വധിച്ചത് എന്ന് ചോദിക്കാം എന്ന് പറയും. വളരെ പിൽക്കാലത്തുണ്ടോ. ആരെ? ഈ ഉബൈദുള്ള ആരറിയാം? ഉബൈദുള്ള ഇബ്നു അദി ഇബ്നുൽ ഖിയാർ ഇബ്നു നൗഫൽ, ഉബൈദുള്ള ഇബ്നുൽ ഖിയാർ ഇബ്നു അദി ഇബ്നു നൗഫൽ. നമ്മൾ മുത്തഇം ഇബ്നു അദീനെ കേട്ടിട്ടുണ്ട് അല്ലേ? മുത്തഇം ഇബ്നു അദി. ജുബൈർ ബിൻ മുത്തഇമിനെ കേട്ടിരുന്ന അല്ലേ? ജുബൈർ ബിൻ മുത്തഇം പ്രമുഖ സഹാബി. ഇതൊക്കെ എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ അപ്പന്മാരിൽ ഒരാളാണ് അബ്ദു മനാഫ്. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫിൻ്റെ മകൻ ഹാഷിം. അതിലേക്ക് ചേർത്താണ് ബനു ഹാഷിം. ഈ ഹാഷിമിൻ്റെ ഒരു സഹോദരനാണ് ആര്? നൗഫൽ. മറ്റൊരു സഹോദരനാണ് അബ്ദു ഷംസ്. പിന്നെ ഒരു സഹോദരനാണ് അൽ മുത്തലിബ്. ഇതിൽ ഉബൈദുള്ള ഇബ്നുൽ ഖിയാർ അന്നൗഫലി എന്ന് പറയും. അന്നൗഫലി കാരണം ഈ നൗഫലിലേക്ക് ചേർത്തിട്ട് അല്ലേ. ചിലരെ കുറിച്ച് പറയൽ അബ്ഷമി എന്നാണ്. എന്താ അബ്ഷമി എന്ന് പറഞ്ഞാൽ? അബ്ഷമി എന്ന് പറഞ്ഞെങ്കിൽ അബ്ദു ഷംസിലേക്ക് ചേർത്തിട്ട്, ഈ അബ്ദു മനാഫിൻ്റെ മകൻ അബ്ദു ഷംസിലേക്ക് ചേർത്തിട്ടാണ് അബ്ഷമി. ചിലരെ കുറിച്ച് അബ്ദുദ്ദാർ എന്ന് പറയും. അബ്ദുദ്ദാർ എന്ന് പറഞ്ഞെങ്കിൽ അബ്ദു മനാഫിൻ്റെ സഹോദരൻ അബ്ദുദ്ദാർ, അതിലേക്ക് ചേർത്തിട്ടാണ് അബ്ദരി. മിസ്അബ് ഇബ്നു ഉമൈർ അൽ അബ്ദരിയാണ്. കാരണം അബ്ദു മനാഫിൻ്റെ സഹോദരൻ അബ്ദുദ്ദാറിൻ്റെ മക്കളിൽപ്പെട്ടതാണത് മിസ്അബ് ഇബ്നു ഉമൈർ. ഇവിടെ വിഷയം, ഈ തുഐമ ഇബ്നു അദി ബദറിൽ ശത്രുപക്ഷത്താണ്, അബൂജഹലിൻ്റെ പക്ഷത്താണ്. ഈ തുഐമയെ ഹംസത്ത് ബദറിൽ കൊന്നു. ഹംസത്ത് റളിയല്ലാഹു അൻഹു ബദറിൽ തുഐമയെ വധിച്ചു. തുഐമ ആരാണ്? തുഐമ ഇബ്നു അദി ഇബ്നു നൗഫൽ ഇബ്നു അബ്ദു മനാഫ്, നൗഫലിയാണ്. തുഐമയെ വധിച്ചു. അപ്പോൾ ബദറിൽ ഹംസത്ത് തുഐമയെ വധിച്ചത് കാരണത്താൽ വഹ്ഷി ജുബൈർ ബിൻ മുത്തഇമിൻ്റെ അടിമയാണ്. ഈ വഹ്ഷി ഉണ്ടല്ലോ, ഹംസയെ വധിച്ച ആൾ, ഇത് ജുബൈർ ബിൻ മുത്തഇമിൻ്റെ അടിമയാണ്. അപ്പോൾ ജുബൈർ ഇബ്നു മുത്തഇം വഹ്ഷിയോട് പറയാണ്, വഹ്ഷി എൻ്റെ പിതൃ സഹോദരൻ മുത്തഇമിൻ്റെ സഹോദരൻ ത്വായിമ, പിതൃ സഹോദരൻ ഹംസത്ത് ബദറിൽ കൊന്നു.
അതുകൊണ്ട് നീ ഹംസയെ വധിക്കുകയാണ് എങ്കിൽ നീ സ്വതന്ത്രനായിരിക്കുമെന്ന് പറഞ്ഞു. നീ സ്വതന്ത്രനായിരിക്കുമെന്ന് പറഞ്ഞു. വഹ്ഷി അന്നത്തെ കാലത്ത് അയാൾക്ക് ഏറ്റവും സ്വാർത്ഥമായത് എന്താ? സ്വാതന്ത്ര്യമല്ലേ. അതുകൊണ്ട് തന്നെ വഹ്ഷി പറയാണ് ആമുൽ ഐനൈനിൽ ഞാൻ പുറപ്പെട്ടു. ആമുൽ ഐനൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐനൈൻ വർഷം എന്നാണ്. പറഞ്ഞാൽ ഉഹുദ് യുദ്ധം ഉദ്ദേശിക്കണം. ഉഹുദ് മലയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉഹുദ് മലയെ കാണൽ ഒരു ചെറിയ കുന്നിൽ നിന്നിട്ടല്ലേ, ചെറിയൊരു മലയിൽ നിന്നിട്ടാണ്. എൻ്റെ പേര് ജബലുർ റുമാത്ത്. ആ ജബലുർ റുമാത്ത് അതിന് പേര് കിട്ടിയത് റുമാത്ത് അമ്പെയ്ത്തുകാർ അതിൻ്റെ മുകളിൽ നിന്നിട്ടാണ്. അത് ഉഹുദ് യുദ്ധം മുതലാണ്. അതില്ല എങ്കിൽ ആ മലയുടെ പേര് ഐനൈൻ എന്നാണ്. ജബലു ഐനൈൻ. ജബലു റുമാത്തിൻ്റെ പണ്ടത്തെ പേര് ജബലു ഐനൈൻ. അപ്പോൾ യുദ്ധം നടന്ന അതിൻ്റെ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ആമു ഐനൈൻ എന്ന് ചരിത്രത്തിൽ പറയുന്നത്. ഐനൈൻ വർഷം വഹ്ഷി പറയാണ് ഞാൻ പുറപ്പെട്ടു. പോയതെന്തിനാണ്? ഹംസയെ വധിക്കാനാണ്. അത് മാത്രമേ അയാൾക്ക് ദൗത്യമുള്ളൂ. അത് ജുബൈറും ബിനു മുത്തൈം അയാൾ കൊടുത്ത ഓഫറാണ്. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. എവിടെ? ഉഹുദിൽ അതിന് ആദ്യ സന്ദർഭത്തിൽ നടക്കണം. മുസ്ലിങ്ങൾക്ക് വിജയമല്ലേ. അപ്പോൾ ഈ ഹംസ റളിയല്ലാഹു തആല അൻഹു മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരു സിബാൾ എന്ന് പറയുന്നൊരു വ്യക്തി, അയാൾ ഭയങ്കര ഊക്കനായിരുന്നു. ഈ സിബാളിനെ ലക്ഷ്യമിട്ടാണ് ആര്? ഹംസ. ഇബ്നു ഉമ്മി അൻമാർ എന്നാണ് ഇയാളെ വിളിക്കുക. ഇബ്നു ഉമ്മി അൻമാർ. ഈ ഉമ്മു അൻമാർ എന്നുള്ള സ്ത്രീ ജാഹിലിയത്തിൽ മുശ്രിക്കത്താണ്. അവർ ഈ ചേലാകർമ്മം ചെയ്യുന്ന സ്ത്രീയായിരുന്നു. അപ്പോൾ ഈ സിബായിനെ കണ്ടേക്കാൻ ഹംസ പറയാണ്, ആൾ കൊല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. പറയാണ് യബ്ന ഉമ്മി അൻമാർ യാ മുഖത്തിഅത്തൽ ബുദൂർ എന്ന് പറയുന്നത്. ഉമ്മന്മാറിൻ്റെ മകനെ യബ്ന മുഖത്തിഅത്തിൽ ബുദൂർ എന്നുണ്ടെങ്കിൽ ചില കർമ്മം ചെയ്യുന്ന പെണ്ണിൻ്റെ മകളെ എന്ന അർത്ഥത്തിൽ യുദ്ധത്തിലുള്ള പ്രയോഗമാണ്. അങ്ങനെ ഹംസത്തിൻ്റെ മുഴു ലക്ഷ്യവും സിബാണ്. അപ്പോൾ വഹ്ഷി ഇത് കാണാണ്. അപ്പോൾ വഹ്ഷി അറിയാണ്. മുഴുവൻ ശ്രദ്ധയും കൊടുത്തിട്ട് ഹംസത്ത് സിബായിനെ നേരെ പോകുമ്പോൾ ഞാനൊരു പാറക്ക് സൈഡിൽ മറിഞ്ഞിരുന്നു, കല്ലിന് സൈഡിൽ മറിഞ്ഞിരുന്നു. ആളുകൾ ചോദിക്കാറുണ്ട് ഹംസനെ വീഴ്ത്തിയപ്പോൾ ആരിപ്പണി ചെയ്തു. കാരണം ഹംസത്തിന് അങ്ങനെ പെട്ടെന്ന് വീഴ്ത്താൻ കഴിയൂല. അപ്പോൾ വഹ്ഷി പറയും ഞാൻ ഒളിച്ചിരുന്നു, കാരണം നേരിട്ട് ചെല്ലാൻ വയ്യ, ഒളിച്ചിരുന്നു. സിബായിന് നേരെ ഹംസത്ത് ആയുധം പ്രയോഗിച്ചു അല്ലേ. ആ ആയുധപ്രയോഗം നടത്തിയപ്പോൾ അവിടെ ഒരാളില്ലാത്ത പോലെ ഹംസത്ത് ചെയ്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതാണ് സിബായിനെ. അതല്ല, അതിൽ ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു സിബായിനെ വധിച്ച് ആ സമയം കഴിഞ്ഞിട്ട് കൈ ഉയർത്തിയെന്നാണ്. കൈ ഉയർത്തിയപ്പോൾ ഈ ഇവിടെ ഇതുണ്ടല്ലോ, എന്താ ഈ കവചമുണ്ട്, ഈ കവചം പൊങ്ങി. ഇത് വഹ്ഷിയാണെങ്കിൽ ചാട്ടുളി എറിയുന്നതിൽ ഭയങ്കര നിപുണനാണ്. അപ്പോൾ കൈ ഉയർത്തിയിട്ട് ആ സന്തോഷം പറയുന്ന സമയം ഇത് പരിചയം പൊന്തിയായിരിക്കുന്നു. വഹ്ഷി ഒരൊറ്റ അവിടെ നോക്കി അല്ലേ. അതുകൊണ്ട് തന്നെ ആ ചാട്ടുളി ഹർബത്ത് അത് ഹംസയുടെ സുന്നയിൽ പ്രവേശിച്ചു. സുന്ന എന്ന് പറഞ്ഞാൽ ഈ ഭാഗം. എന്നിട്ട് അത് വരിക്കിലൂടെ പുറത്ത് കിടന്നു. അത് ഒളിച്ചിരുന്നിട്ടാണ് അത് ചെയ്ത്. അപ്പം തന്നെ എന്ത് ചെയ്തു? ഹംസത്ത് റളിയല്ലാഹു തആല മറിഞ്ഞു വീണു. ജീവൽ തുടിപ്പില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? വഹ്ഷി ചെന്നിട്ട് അത് എടുക്കുന്നത്. എന്തിന്? ജുബൈറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതിനല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വഹ്ഷി എന്ത് ചെയ്യണത്? ഈ ഹംസത്ത് റളിയല്ലാഹു അൻഹു ഇതിനു വേണ്ടി വധിക്കണത്. മനസ്സിലല്ലേ? ഇവിടെ വളരെ പിൽക്കാലത്ത്, ഇതൊക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഹിംസൊക്കെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ പിൽക്കാലത്തല്ലേ. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ഹിംസൊക്കെ വിജയിക്കുന്നത്. അതിന് ശേഷം വളരെ പിൽക്കാലത്ത് ഈ എന്ത് ചെയ്യാണ്? ഉബൈദുള്ള എന്ത് ചെയ്യാണ്? അത് ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് എന്ത് ചെയ്യാണ്? വഹ്ഷി ഹിംസിലെ പള്ളിയിലിരിക്കുന്ന മസ്ജിദിലിരിക്കുന്നത് കണ്ടപ്പോൾ ഉബൈദുള്ള പറയുന്ന കൂട്ടുകാരനോട് നമുക്ക് എങ്ങനെയാണ് ഹംസയെ വധിച്ചതെന്ന് ചോദിക്കാമെന്ന്. എന്താ അപ്പോൾ നോക്കി, ഈ ഉബൈദുള്ള ചോദിക്കുന്ന ആളാണ് നോക്കിയേ, ഉബൈദുള്ള ഇബ്നുൽ ഖിയാർ ഇബ്നു അദി ഇബ്നു മുത്തൈമാണ്. എന്താ ഇവരുടെ കുടുംബക്കാരനാണ്. കണ്ടോ? ഉബൈദുള്ളയും ജുബൈറും ജ്യേഷ്ഠാജന്മാരുടെ മക്കളാണ്. ഏതായാലും ഈ ഉബൈദുള്ള ഇബ്നുൽ ഖിയാർ വഹ്ഷിനോട് ചോദിക്കണം എങ്ങനെ കൊന്നത്. അപ്പോഴാണ് വഹ്ഷി എന്ത് ചെയ്യുന്നത്? ഈ കഥ അപ്പോൾ ഈ ചരിത്രത്തിൽ കാണാൻ ഉബൈദുള്ള ഉണ്ടല്ലോ, വേഷപ്രച്ഛന്നനായിട്ടാണ് ചെല്ലുന്നത്. തലയും മറിച്ചിട്ടുണ്ട്, മുഖം മറിച്ചിട്ടുണ്ട്, കണ്ണ് മാത്രമേ കാണുള്ളൂ.
പിന്നെ കാലും. അപ്പോൾ ചരിത്രത്തിൽ കാണാം, ഇബ്നു ഹജറൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വഹ്ശിയോട് ഉബൈദുള്ള ചോദിക്കുകയാണ്, ഹൽ താരിഫുനി, നിനക്ക് എന്നെ അറിയുമെന്ന്. കണ്ണ് മാത്രമേ കാണുള്ളൂ കേട്ടോ, പിന്നെ കാലും. ഹൽ താരിഫുനി. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ആകെ ഒരാളെ കണ്ണേ കാണുള്ളൂ, പിന്നെ കാലും കാണുള്ളൂ. അപ്പോൾ വഹ്ശി പറയാണ്, താങ്കൾ ആരാണെന്ന് അറിയില്ല, പക്ഷേ എനിക്ക് താങ്കളുടെ കാല് കണ്ടിട്ട് വാപ്പ ഖിയാർ ബിൻ അദിയെ പിന്നെ വർഷങ്ങൾക്ക് മുമ്പ്, 55 വർഷങ്ങൾക്ക് മുമ്പ് ഖിയാർ ബിൻ അദിയെ പിന്നെ ഒരു കുട്ടീനെ പാലൂട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേറെ സ്ത്രീയെ പാലൂട്ടാൻ ഏൽപ്പിച്ചിരുന്നു. കുട്ടിയെ ഉമ്മ വന്നിട്ട് ആ സ്ത്രീക്ക് കൊടുക്കാൻ വേണ്ടി തരൂ. അപ്പോൾ ഞാനാണ് വാങ്ങിയിട്ട് നീറ്റ് കൊണ്ടുപോയി കൊടുത്തിരുന്നത്. തന്നെ ഈ കുടുംബത്തിലെ മൗലല്ലേ വാങ്ങിക്കൊടുത്തിരുന്നത്. ആ സമയത്ത് ഇങ്ങനെ കൊടുത്തപ്പോൾ കുട്ടീൻ്റെ കാല് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കാലും നിങ്ങളുടെ കാലും ഒരേ കാലാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാല് കണ്ടിട്ട് ഖിയാർ ബിൻ അദി എന്ന മകൻ ഉബൈദുള്ളയാണ് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം എന്നാണ് പറയുന്നത്. ഇബ്നു ഹജർ പറയാണ്, അന്ന് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ 55 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലേ. അപ്പോൾ ഞാനങ്ങനെ കൊടുത്തപ്പോൾ കണ്ട കാലാണ് ഈ കാല് എന്ന് വഹ്ശി പറഞ്ഞു എന്നാണ്. എന്തായാലും ഇവിടെ വിഷയം, നമ്മുടെ വിഷയം ഇതാണ്, ഈ ഹംസത്തിൻ്റെ രക്തസാക്ഷിത്വം. ഹംസത്തിനെ ഇങ്ങനെ ചാട്ടുളി എറിഞ്ഞ് വീഴ്ത്തി ആളുകൾ പറയാറുണ്ട്, ഹംസത്തിനെ വധിച്ച ഒരു വ്യക്തി എങ്ങനെ രക്ഷപ്പെടാനാണ് പറയാറുണ്ട്. അത്ര ഒരു വികാര നിർഭരമായിരുന്നു. പിന്നീട് അവരിൽ ഹംസത്ത് വീണതിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മുഖം ചെത്തി, മൂക്ക് മുറിച്ചു, ചെവി മുറിച്ചു, പറ്റ വികൃതാക്കി, വയറ് പിളർത്തു, കരൾ പുറത്തെടുത്തു, പിന്നെ ബിന്ദു പോലുള്ളവർ പിന്നെ അതൊക്കെ കടിച്ച് തുപ്പിട അവസ്ഥയൊക്കെ ഉണ്ടായിട്ട് അവരെല്ലാമായിട്ട് അവരുടെ ബദറിൻ്റെ അരിശം മുഴുവൻ എന്ത് ചെയ്തു, ഉഹദിൽ ഹംസയിൽ തീർത്തു എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വികൃതമാക്കിയത് കണ്ടപ്പോൾ ഹംസയെ മറമാടാതെ അവിടെ ഇടാൻ ഞാൻ വിചാരിച്ചു. ഹംസ പിന്നെ തൻ്റെ ശരീരാവയവങ്ങളിൽ മിക്കതും എന്ത് ചെയ്തു, ഈ പിന്നെ അള്ളാൻ്റെ മാർഗത്തിൽ ഇങ്ങനെ ചിലവഴിച്ചു. അത് മുഴുവൻ അങ്ങോട്ട് അള്ളാൻ്റെ മാർഗത്തിൽ പോകട്ടെ എന്ന് വിചാരിച്ചു എന്നൊക്കെ റസൂലുള്ളാഹി ആ സമയത്തൊരു വികാരം ആ രീതിയിൽ പറഞ്ഞു എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതൊക്കെ ഓർത്തിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഈ ആയത്തിറങ്ങിയത് ആരുടെ വിഷയത്തിലാണ്? ഹംസ റളിയല്ലാഹു തആലയുടെ വിഷയത്തിലാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ അഹദുല്ലാഹി അലൈഹി, ഹംസയുടെ വിഷയത്തിലാണ്. ശരിയാണ്, ഹംസയും നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അനസ് ബിൻ നദറും പിന്നെ മിസ്അബ് ബിൻ ഉമൈറും. പിന്നെ ഒരു സംഭവം ഈ വിഷയത്തിലുള്ളത്, ഒരിക്കൽ സഹാബികൾ പറയാണ്, തുറമുദ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, പിന്നെ ഒരിക്കൽ ഒരു അറാബി വന്നു. ഞങ്ങൾക്ക് പല കാര്യങ്ങളും റസൂലുള്ളാഹിനോട് ചോദിക്കാൻ ഒരു പേടിയായിരുന്നു. പേടി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനോടുള്ള ആ ഗാംഭീര്യത്താൽ ഞങ്ങൾ പല കാര്യങ്ങളും ചോദിക്കില്ല. പക്ഷേ അറാബികൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങളെ ചോദ്യങ്ങൾ അവരെ ഏൽപ്പിക്കും, എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് തള്ളിവിടും. അപ്പോൾ ഒരിക്കൽ അറാബി വന്നപ്പോൾ ഞങ്ങൾ അറാബിനോട് പറഞ്ഞു, ഇസ്അൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഫമിൻഹും മൻ ഖദാ നഹ്ബഹു. ഇതാരാന്ന് ചോദിക്കാൻ പറഞ്ഞു. മിൻഹും മൻ ഖദാ നഹ്ബഹു എന്നുള്ളത് തൻ്റെ നേർച്ച പൂർത്തീകരിച്ച അല്ലെങ്കിൽ രക്തസാക്ഷിത്വവും മരണവും വരിച്ച ഈ വ്യക്തി ആര് എന്നുള്ളത് നിങ്ങളൊന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കണം എന്ന അറാബിനോട് ഇവർ ചട്ടം കെട്ടിവിട്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മസ്ജിദിലാണ്. അറാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ ഫമിൻഹും മൻ ഖദാ നഹ്ബഹു. അപ്പോൾ റസൂലുള്ളാഹി ഒന്നും പറഞ്ഞില്ല. അറാബിയല്ലേ, അറാബി വീണ്ടും ചെന്നിട്ട് ചോദിച്ചു, മൻ ഫമിൻഹും മൻ ഖദാ നഹ്ബഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും മിണ്ടിയില്ല. മൂന്നാമത് ചോദിച്ചു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും മിണ്ടിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ മശ്ഗൂലാണ്, അതിലങ്ങനെ പോയി. ഹദീസിൽ കാണാം, അപ്പോഴാണ് തൽഹത്ത് ബിൻ ഉബൈദില്ല ഒരു പച്ച വസ്ത്രം ധരിച്ചിട്ട് മസ്ജിദിലേക്ക് വരുന്നത്. തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഐന സായിലു ഫമിൻഹും മൻ ഖദാ നഹ്ബഹു. ഇത് ചോദിച്ച വ്യക്തി എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിതാന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദാ മിൻഹും മൻ ഖദാ നഹ്ബഹു. ഹാദാ ആരെ ചൂണ്ടിയിട്ട്? ഉബൈദുള്ള, തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹാദാ ഫമിൻഹും മൻ ഖദാ നഹ്ബഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഹദീസ് സഹിയാണ്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ തൽഹത്ത് ബിൻ ഉബൈദില്ല ഉഹദിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം വളരെ ശ്ലാഘനീയമായ ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ കൈ വരെ കുഴഞ്ഞുപോയി എന്നുള്ളത് കാണാം. അത്രമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതിരോധിക്കുന്ന മാർഗ്ഗമാണ് ഉഹുദിൽ സാഹസപ്പെട്ട മഹാനാണ് ഒരു തൽഹത്ത് ബിൻ ഉബൈദില്ല. സഹാബികൾ തന്നെ പറയാറുണ്ട്, ഉഹുദിൻ്റെ എല്ലാ ഖൈറുകളും
ഫലങ്ങളും തൽഹ കൊണ്ടുപോയി എന്നുള്ളത്. സ്വർഗത്തിലേക്ക് പോകുന്ന ആളെ നോക്കാൻ തൽഹയും പറഞ്ഞില്ലേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ് തൽഹത്ത് ബിൻ ഉബൈദില്ല. അദ്ദേഹം അബ്ദരിയാണ്. തൽഹത്ത് ബിൻ ഉബൈദില്ല അൽ അബ്ദരി, ഇവിടെ അബ്ദുദ്ദാറിൻ്റെ മക്കൾപ്പെട്ടതുണ്ട്. ഇനി ഈ ആയത്തിലൊരു ചരിത്ര സംഭവം ഇതിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ്. അതേ നമുക്ക് ഫമിൻ ഹുമയ്യൻ തദർ വമാ ബദ്ദലു തബ്ദീല എന്ന് പറഞ്ഞാൽ എന്താ? വമാ ബദ്ദലു അവർ മാറ്റം വരുത്തിയില്ല, വമാ ഗയ്യറു തഗയ്യറ തഷ്വീല അവർ യാതൊരു മാറ്റവും വരുത്തിയില്ല. നമ്മൾ യാതൊരു മാറ്റവും വരുത്തിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ ഈ മിനൽ മുഅ്മിനീൻ റിജാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു കരാർ ചെയ്തിട്ടുണ്ട്. എന്താ കരാർ? സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിൻ്റെ മാർഗ്ഗേന ഞങ്ങളെല്ലാം സമർപ്പിക്കുമെന്ന് അതിന് മുമ്പ് അവർ അള്ളാഹിനോട് കരാർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ അൻസാരികൾ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ കരാർ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇന്നല്ലാഹ ഇശ്തറ മിനൽ മുഅ്മിനീന അംവാലഹും വഅൻഫുസഹും ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞ ആയത്ത് അറിയില്ലേ? അത് പിന്നെ അവരുടെ ആ കരാറിനെ കുറിച്ചാണ്. ഏതായാലും അള്ളാഹിൻ്റെ ഇവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്ന മാർഗ്ഗേന ഞെരുക്കത്തിലാണെങ്കിലും അതിൽ എളുപ്പത്തിലാണെങ്കിലും ക്ഷാമകാലത്താണെങ്കിലും ക്ഷേമകാലത്താണെങ്കിലും ഒക്കെ ഒരുപോലെ അവരെന്ത് ചെയ്യും? അവരേക്കാൾ, അവരുടെ കുടുംബങ്ങളെക്കാൾ, സമ്പത്തിനേക്കാൾ, മക്കളെക്കാളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിക്കുന്നുള്ള കരാറാണ് അല്ലേ? ആ കരാർ അവർ ബദ്ദലു തബ്ദീല ഒരു മാറ്റവും വരുത്തിയില്ല. അത് കൃത്യമായിട്ട് അവർ പാലിച്ചു പുലർത്തി എന്നുള്ളതാണ് അവിടെ അതിൻ്റെ വിഷയം. ഞാൻ ഇതിൽ ഒരു പ്രധാന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് മുസ്ഹഫ് ക്രോഡീകരിച്ചു. എന്താ ക്രോഡീകരിക്കാൻ കാരണം? മുസ്ഹഫ് ക്രോഡീകരിക്കാൻ ആളുകൾ കൊല്ലപ്പെട്ടവരിൽ കൂടുതൽ വളരെ അധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഖുർആൻ എന്ന് പറഞ്ഞാൽ 70 ഖുർആൻ കൊല്ലപ്പെട്ടു. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ പഠിച്ച, ഖുർആൻ മനപ്പാടാക്കിയ പണ്ഡിതന്മാർ കൊല്ലപ്പെട്ടു. ഏത് യുദ്ധത്തിൽ? ഇസ്തഹറൽ ഖത്ലു ബിൽ ഖുർആൻ എന്നാണ്. യമാമ യുദ്ധത്തിൽ ഇസ്തഹറൽ ഖത്ലു ബിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ മനപ്പാടമാക്കിയ ആളുകളെ അതിരൂക്ഷമായി, വളരെ മോശമായ രീതിയിൽ കൊല്ലപ്പെട്ടു എന്നാണ്. യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനോടുള്ള അവൻ്റെ ആളുകളോടുള്ള പോരാട്ടത്തിലാണ് ഈ ഖുറാകൾ കൊല്ലപ്പെട്ടത്. കുറേ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിൽ സഹാബികൾ. പക്ഷേ അതിൽ ഈ ഖുറാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ അവരുടെ നെഞ്ചകത്താൽ ക്രോഡീകരിക്കപ്പെട്ടതല്ല, ആ ആളുകളാണ്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു പറയുന്നത് ഖുറാകൾ കൊല്ലപ്പെട്ടു, അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുന്ന വിഷയമാണ് പറയുന്നത്. അപ്പം അബൂബക്കർ റളിയല്ലാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? അപ്പോൾ ഉമർ പറയണം അള്ളാഹുവാണ് സത്യം, അതിൽ വലിയ ഖൈറാണ്, നമുക്ക് ചെയ്യണമെന്ന് പറയണം. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ്റെ ക്രോഡീകരണം നടന്നിട്ടുണ്ട്, ജനഹൃദയങ്ങളിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. ഇത് ഏടുകളിലും എല്ലുകളിലും തോലുകളിലും ഇലകളിലും കല്ലുകളിലൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതെന്ത് ചെയ്യാൻ? ക്രോഡീകരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു മുസാഫ് ആക്കിയിട്ട് മാറ്റുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ല, അത് ഞാനെങ്ങനെ ചെയ്യും? പക്ഷേ ഉമർ ഇങ്ങനെ മുറാജ നടത്തിക്കൊണ്ടേയിരുന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ബോധ്യപ്പെട്ടത് വേണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ് തിരഞ്ഞെടുത്ത്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തിരഞ്ഞെടുത്ത്. സെയ്ദ് ബിൻ സാബിത്ത് അൽ അൻസാരിയാണ് തിരഞ്ഞെടുത്തത്. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ യുവാവാണ്, നിങ്ങൾ ആക്കൽ ബുദ്ധിരാക്ഷസനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ നിപുണനായ സഹാബിയാണ് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു തആല, അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അങ്ങനെ സെയ്ദ് ബിൻ സാബിത്ത് പറയാണ്, ഒരു മല പിടിച്ച് നീക്കാൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അതായിരുന്നു എനിക്ക് എളുപ്പത്തിനേക്കാൾ, കാരണം അത്ര ഒരു വലിയ ഉത്തരവാദിത്തമല്ലേ. ഏതായാലും അദ്ദേഹം എന്ത് ചെയ്തു എന്നാണ് ജനഹൃദയങ്ങളിൽ നിന്നും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ എഴുതി വെച്ച സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് വിശുദ്ധ ഖുർആനെ ക്രോഡീകരിച്ചു. അദ്ദേഹം പറയാണ്, സൂറത്തുൽ അഹ്സാബിലെ ഒരായത്ത് എനിക്ക് ഈ ക്രോഡീകരിച്ചതിൽ നഷ്ടമായി, കിട്ടിയില്ല. അവർക്കറിയാം ഒരായത്തുണ്ട് എന്നുള്ളത്, പക്ഷേ ആയത്ത് അത് നഷ്ടമായി. അങ്ങനെ അദ്ദേഹം അതിനെ അന്വേഷിച്ച് ആയത്താണ് നമ്മുടെ ഈ ആയത്ത്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹി അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലൂ തബ്ദീല. ഈ ആയത്ത് ഇത് അദ്ദേഹം തേടി അന്വേഷിച്ചു, എന്നിട്ട് കണ്ടെത്തിയത് ആരിൽ നിന്നാണ്? ഏത് സാബിയിൽ നിന്നാണ്? ഖുസൈമ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നിന്നാണ്. ഖുസൈമ ഇബ്നു സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹു നിന്നാണ് അദ്ദേഹം ആയത്ത് കണ്ടെത്തിയത്.
എൻ്റെ ഈ ഹുസൈമയുടെ പ്രത്യേകത സാഹിബു ഷഹാദത്തൈൻ, 2 സാക്ഷ്യം. അത് പിന്നെ നിസ്രാസൽ തങ്ങൾ വിശേഷിപ്പിച്ച ഹുസൈമയുടെ ഒരാളുടെ സാക്ഷ്യം 2 ആളുടെ സാക്ഷ്യമായിട്ടാണ് നിസ്രാസൽ തങ്ങൾ വിശേഷിപ്പിച്ചത്. ആ ഹുസൈമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ആയത്ത് കിട്ടിയെന്ന്. പിന്നെ വേറെ സാക്ഷ്യൻ്റെ ആവശ്യമല്ല. നോക്കി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടെത്തിച്ചതും അങ്ങനെയുള്ളൊരു സഹാബിയിൽ നിന്നാണ്. അങ്ങനെ ഹുസൈമ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് അദ്ദേഹം ഇത് പറഞ്ഞു കൊടുത്ത്, ഇതാണ് ആയത്ത്. അങ്ങനെയാണ് സെയ്ദ് ബിൻ സാബിത്ത് അൽ അൻസാരി മുസഫ് ക്രോഡീകരിച്ചപ്പോൾ അതിൽ ഈ ആയത്തിനെ പിന്നെ ഇദാഫത്ത് ചേർത്തത് എന്നുള്ളതാണ് പിന്നെ അതിൽ ചരിത്രം. ഖലാസ്. ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുള്ളതായ ചില ചരിത്രങ്ങൾ. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു മാ ആഹദുല്ലാഹ അലൈഹി ഫമിൻഹും മൻ ഖദാ നഹ്ബഹു വമിൻഹും മൻ യൻതദിർ വമാ ബദ്ദലു തബ്ദീല. ഇത് ബദറിലേക്കും ഉഹദിലേക്കും ഖന്തഖിലേക്കും ഒക്കെ ബാധകമായിട്ടുള്ള അവിടെയൊക്കെ പിന്നെ ദീനിൽ ദീനിന് വേണ്ടി സാഹസപ്പെട്ട വിശ്വാസികളുടെ വിശേഷണങ്ങളാണ്. ഉഹുദിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതറിഞ്ഞതെങ്കിലും ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ തുടർച്ചയിൽ പറയുകയാണ്, ലിയജ്സി അല്ലാഹു സാദിഖീന ബിസിദ്ഖിഹിം വയുഅദ്ദിബൽ മുനാഫിഖീന ഇൻ ശാഅ ഔ യതൂബ അലൈഹിം ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. നമുക്ക് ഈ സൂറത്തിൽ വന്ന വിഷയമാണത് അല്ലേ, ഈ ആയത്ത് അല്ലേ. ലിയജ്സി അല്ലാഹു സാദിഖീന ബിസിദ്ഖിഹിം. എന്താ സാദിഖീൻ എന്ന് പറഞ്ഞാൽ സത്യവാന്മാർ, സത്യസന്ധന്മാർ, സിദ്ഖുള്ളവർ. സിദ്ഖുള്ളവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടി ബിസിദ്ഖിഹിം അവരുടെ സിദ്ഖിന് പകരമായി പകരമായി ബൽ മുഖാബൽ അല്ലെങ്കിൽ അൽ ബദൽ എന്ന് പറയും. തങ്ങളുടെ സിദ്ഖിന് പകരമായി സാദിഖീങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടി വയുഅദ്ദിബൽ മുനാഫിഖീൻ മുനാഫിഖീങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയാണ്. ഇവരുടെ വിശേഷണങ്ങളും വിഷയങ്ങളും പറയാണ് ഇതിനു വേണ്ടി. ഇൻഷാ എന്നെന്താ? ഇൻഷാ അള്ളാഹ്. ഇൻഷാ അള്ളാഹ് അള്ളാഹു ഉദ്ദേശിച്ചാൽ. ഔ അല്ലെങ്കിൽ യതൂബ അലൈഹിം അവർക്ക് ഉള്ള തൗബണ്ടല്ല, യതൂബ അലൈഹിം അവരുടെ തൗബ സ്വീകരിക്കുന്നതിന് വേണ്ടി, പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് വേണ്ടി. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീം. അതൊക്കെ നമുക്ക് കുറേ പ്രാവശ്യം വന്നാണ് ഈ സൂറത്തിൽ തന്നെ നമുക്ക് വന്ന പ്രയോഗങ്ങളാണ് ഇതിലധികവും. സിദ്ഖിൻ്റെ വിഷയമൊക്കെ നമ്മൾ കുറേ സംസാരിച്ചു ഇതിനു മുമ്പ്. ഇതേപോലെ ഒരു ആയത്ത് വന്നില്ലേ. ഇവിടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇവരെക്കുറിച്ചൊക്കെ ഈ പറയുന്നത് നസ്രാസുൽ മതങ്ങളുടെ കൂടെ ഒപ്പം നിന്ന ആളുകളാണ് ഇവർ. ആ ഒപ്പം നിന്നവരിൽ 2 കൂട്ടരുണ്ട്. ഒരു കൂട്ടരെ കുറിച്ച് നമ്മൾ പറഞ്ഞ് മാ വഅദന അല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ. അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും തനി ചതിയാണ് നമ്മളോട് വാഗ്ദാനം ചെയ്തതെന്ന് പറഞ്ഞത് ആരാണ്? നസ്രാസുൽ മതങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കപട വിശ്വാസികളാണ്. പിന്നെ നസ്രാസുൽ മതങ്ങളുടെ കൂടെ ഉള്ളവരിൽ ഭൂരിപക്ഷവും ആരാണ്? ഇവരാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയുന്നത് ലിയജ്സി അല്ലാഹു സാദിഖീന ബിസിദ്ഖിഹിം സത്യസന്ധന്മാരായ ആളുകൾക്ക് തങ്ങളുടെ സത്യസന്ധതയ്ക്ക് പകരം പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ്. പിന്നെ കൂടെ നിന്നവരിൽ സാദിഖീങ്ങൾക്ക് അല്ലാത്ത ആരുണ്ട്? മുനാഫിഖീങ്ങളുണ്ട്, കപടന്മാരുണ്ട്. വയുഅദ്ദിബൽ മുനാഫിഖീൻ മുനാഫിഖീങ്ങളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയുമാണ്. ആ ശിക്ഷ എന്ന് പറഞ്ഞെങ്കിൽ നിഫാഖിൽ അവർ മരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ആ നിഫാഖിൽ നിന്ന് ഒരു പശ്ചാത്താപമോ മടക്കമോ ഇല്ലാതെ അതിൽ തീരുക, അത് വലിയ ശിക്ഷയല്ലേ. തൗബക്ക് അവസരമില്ലാതെ അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. വയുഅദ്ദിബൽ മുനാഫിഖീൻ മുനാഫിഖീങ്ങളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയും. ഇൻഷാ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഷാ അള്ളാഹു ഉദ്ദേശിച്ചാൽ. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? നസ്രാസുൽ മതങ്ങളുടെ കൂടെ നിന്ന മുനാഫിഖീങ്ങളിൽ എല്ലാവരും ഈ ശിക്ഷ പറയപ്പെട്ടവരായിരുന്നില്ല. കാരണം എന്താ? അവരിൽ ചിലരെന്ത് ചെയ്തിട്ടുണ്ട്? നന്നായിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്, നിഫാഖിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഇൻഷാ എന്ന് പറഞ്ഞത്. ഔ യതൂബ അലൈഹിം അല്ലെങ്കിൽ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് വേണ്ടി. അള്ളാൻ്റെ റഹ്മത്താണത്. ഈ ഒരു സന്ദർഭത്തിൽ അവർ നസ്രാസുൽ മതങ്ങളോട് സ്വീകരിച്ച നിലപാട് നമ്മൾ പഠിച്ചു പോയതാണ് അഹ്സാബിൽ. എന്നിട്ടും അള്ളാഹു അവർക്ക് തൗബക്ക് അവസരം നൽകുക എന്ന് പറഞ്ഞാൽ ഇവിടെ വയുഅദ്ദിബൽ മുനാഫിഖീന ഇൻഷാ. എന്താ ഇൻഷാ എന്നാ? അള്ളാഹു ഉദ്ദേശിച്ചാൽ അല്ലേ? അതാണ് ഇൻഷാ അള്ളാഹ്. ഇവിടെ അള്ളാഹ് എന്ന് പറഞ്ഞില്ല. കാരണം എന്താ? ഇൻഷാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അള്ളാഹ് ഇവിടെ മുന്നിൽ പറഞ്ഞില്ലേ,
അതുകൊണ്ട് തന്നെ ഇൻഷാ എന്ന് പറഞ്ഞാൽ അവൻ ഉദ്ദേശിച്ചെങ്കിൽ എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഇൻഷാ അള്ളാഹ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം. ഈ ഇൻഷാ അള്ളാഹ് പറയുന്നതിൻ്റെ വിഷയം എന്താ, വിധി എന്താ? നമ്മൾ ഇൻഷാ അള്ളാഹ് പറയേണ്ടത് എപ്പോഴാണ്, പറയാൻ പാടില്ലാത്തത് എപ്പോഴാണ്? നമ്മൾ പലർക്കും ഇൻഷാ അള്ളാഹ് പറയുന്നത് തന്നെ ഒരു ശീലമല്ല. ചിലർക്ക് ഇൻഷാ അള്ളാഹ് പറയുന്നത് ഒരു ലൂസായ വിഷയമാണ്. ദുആയിൽ ഇൻഷാ അള്ളാഹ് പാടില്ല. റബ്ബി ഗഫിർലി ഇൻ ശിഇത് എന്ന് നിങ്ങൾ പറയുന്നതാണ്. റബ്ബെ നീ എനിക്ക് പുറത്ത് തരണേ നീ ഉദ്ദേശിച്ചെങ്കിൽ എന്ന് പറയാൻ പാടില്ല. പിന്നെന്ത് വേണം? പിന്നെ വലിയ അസിമിൽ മസ്അല എന്നാണ് ചോദ്യം. പിന്നെ ഈ എങ്കിൽ എന്നർത്ഥമില്ല, പിന്നെയോ തറച്ചായിരിക്കണം. അള്ളാഹുവേ നീ എനിക്ക് പുറത്ത് തരണേ, അള്ളാഹുവേ നിൻ്റെ റഹ്മത്ത് നീ എന്നിൽ അവതരിപ്പിക്കണേ, അള്ളാഹുവേ നീ എനിക്ക് സ്വർഗം തരണമെന്ന് ഇങ്ങനെ ഉറപ്പിച്ച് പറയണം. കിട്ടുമെന്ന പ്രതീക്ഷയിൽ, കിട്ടണമെന്ന ഉറപ്പിൽ. അല്ലാതെ അള്ളാഹുവേ നീ എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കണമേ ഇൻഷാ അള്ളാഹ് നീ ഉദ്ദേശിച്ചെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ, അങ്ങനെ ഇല്ല. അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. ദുആയിൽ ഇൻഷാ അള്ളാഹ് പാടില്ല. മനസ്സിലല്ലേ? അതേപോലെ തന്നെ ഒരു കാര്യം തീർപ്പായതാണ്, കഴിഞ്ഞു പോയതാണ്, അതിൽ ഇൻഷാ അള്ളാഹ് പാടില്ല. ഉറപ്പായത് കഴിഞ്ഞു പോയതാണ്. ഒരാളൊരു കാര്യം ചെയ്തു പോയി, അള്ളാഹു ഞാൻ ഇന്നൊരു കാര്യം ചെയ്തു പോയി, ഇൻഷാ അള്ളാഹ് അല്ല, ഇൻഷാ അള്ളാഹ് കഴിഞ്ഞു പോയതിൽ, തീർന്നു പോയതിൽ അതിൽ ഇൻഷാ അള്ളാഹ് പാടില്ല. ഇല്ല, ദുആയിലും പാടില്ല. എന്നാൽ എവിടെ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് മുഹ്തമലായൊരു കാര്യം സംഭവിക്കുമോ സംഭവിക്കില്ലേ, അങ്ങനെ ഉള്ള ഒരു കാര്യം, ഭാവിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, അവിടെയൊക്കെയാണ് എന്ത് ഇൻഷാ അള്ളാഹ്. അതൊരു അദബാണ്, നമ്മൾ പറഞ്ഞിരിക്കണം. അള്ളാഹു പറഞ്ഞിട്ടുണ്ടത് അല്ലേ? അള്ളാഹു പറഞ്ഞിട്ടില്ല ഇൻഷാ അള്ളാഹ്. അള്ളാഹു പറഞ്ഞത് വയുഅദ്ദിബുൽ മുനാഫിഖീന ഇൻഷാ അള്ളാഹ് ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അള്ളാഹു ആമിനീൻ. ഇൻഷാ അള്ളാഹ് അള്ളാഹു പറയാണ് ഇൻഷാ അള്ളാഹ്. പിന്നെ വേറൊരു ആയത്തിൽ പറഞ്ഞില്ല ഇൻഷാ അള്ളാഹ് സതജിദുനി ഇൻഷാ അള്ളാഹു മിനസ്സാബിരീൻ. അതാര് പറഞ്ഞ? സതജിദുനി ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞേ, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അള്ളാഹ് മിനസ്സാബിരീൻ. ഞാൻ ക്ഷമിക്കുക എന്നുള്ള കാര്യമുള്ള ഭാവിയിലാണ്, ക്ഷമിക്കോ ഇല്ല എന്നുള്ളത് വിവരമല്ല, ഉറപ്പില്ല. അപ്പോൾ സതജിദുനി ഇൻഷാ അള്ളാഹ്. കാരണം അതെന്താ? അതൊക്കെ അള്ളാഹുവിൻ്റെ മശിയത്തിലേക്ക് വിടേണ്ടതാണ്, നമുക്ക് തീർപ്പാക്കാനോ മുറിച്ച് പറയാനോ പാടില്ലാത്ത കാര്യമാണ് ഇൻഷാ അള്ളാഹ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഭാവിയിലൊരു കാര്യം, എനിക്ക് 100 മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഞാൻ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദിന് ഇറക്കുമെന്നുള്ള, ഫാരിസുകളാക്കി മാറ്റുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഭാവിയിലേക്കുള്ള പ്രവചനം. അവിടെ ഇൻഷാ അള്ളാഹ് അനിവാര്യമായിരുന്നു, പക്ഷേ അദ്ദേഹം ഇൻഷാ അള്ളാഹ് പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവരെല്ലാവരും മരിക്കുന്ന അവസ്ഥ ഉണ്ടായത്. ഒന്ന് എന്താണ്, ഒരു പകുതി മനുഷ്യനായി വന്നത് എന്നൊക്കെയുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളോട് ചോദിച്ചില്ലേ, 3 ചോദ്യങ്ങൾ ചോദിച്ചു. ആ 3 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഞാൻ റസൂലുള്ളാഹിക്ക് അറിയാത്ത കാര്യങ്ങളാണ്. ഒന്ന് റൂഹിനെ കുറിച്ച് ചോദിച്ച്, പിന്നെ അഹ്ലുൽ കഹ്ഫിനെ കുറിച്ച് ചോദിച്ച്, അതേപോലെ തന്നെ ദുൽഖർനൈനെ കുറിച്ചൊക്കെ ചോദിച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതറിയില്ല. പറഞ്ഞു, റസൂലുള്ളാഹിക്ക് വഹി വരുമല്ലോ, അപ്പോൾ റസൂലുള്ളാഹി ഞാനത് പറയാം എന്ന് പറഞ്ഞ ആൾ ഖുറൈശികളോട്. ഇൻഷാ അള്ളാഹ് പറഞ്ഞില്ല. എനിക്കൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓർമ്മിപ്പിച്ചു എന്നാണ്, പക്ഷേ ഇൻഷാ അള്ളാഹ് പറയാൻ റസൂലുള്ളാഹി വിട്ടുപോയി. അതുകൊണ്ടാണ് വഹി പിന്തിയത്. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളവാക്കിയത്, കളിയാക്കിയത്, വളരെ മോശമായിട്ട് കളിയാക്കി. ഏതായാലും അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദൻ ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ പറയരുതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ ഒരു എന്തായിരിക്കണം, ഒരു അദബായിരിക്കണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിൽ അതുണ്ട്. സതജിദുനി ഇൻഷാ അല്ലാഹു അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുശ്ദ ഖാല ഇന്നക ലൻ തസ്തതിഅ മഇയ സബ്റ ഖാല സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അഅസി ലക അംറ. സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ വലാ അഅസി ലക അംറ. ഖാല ഫഇൻ ഇത്തബഅതനി ഫലാ തസ്അൽനി അൻ ഷൈഇൻ ഹത്താ ഉഹ്ദിസ ലക മിൻഹു ദിക്റ ഫൻതലക ഹത്താ ഇദാ റകിബ ഫിസ് സഫീനത്തി എന്ന സൂറത്ത് കഹ്ഫിൽ പറയുന്നിടത്ത് അവിടെ സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറൻ. നബിമാരുടെയൊക്കെ മര്യാദയാണത്, ഇൻഷാ അല്ലാഹ് പറയുക. അപ്പം ഭാവിയിൽ നമ്മളൊരു കാര്യം നമുക്കത് ഉറപ്പില്ല, നമ്മളത് ചെയ്യുമെന്നുള്ളത് പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ വാക്ക് കൊടുക്കുമ്പോൾ അവിടെ ഇൻഷാ അല്ലാഹ് അനിവാര്യമാണ്. ഏതായാലും ഇവിടെ
ആ ഒരു മര്യാദ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നു. വയുഅദിബൽ മുനാഫിഖീന ഇൻഷാ ഇൻഷാ എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ്. ഔ യതൂബ അലൈഹിം. താബ ഇലുണ്ട്, താബ അലയുണ്ട്. താബ ഇല അള്ളാഹുവിലേക്കുള്ള തൗബയാണ്, നമ്മളിൽ നിന്നുള്ള തൗബയാണ്. നമ്മുടെ തൗബ എന്താ? നമ്മുടെ തൗബ ആരിലേക്കാ? അള്ളാഹുവിലേക്ക്. നമ്മളുടെ വീഴ്ചകൾ, നമ്മുടെ കുറവുകൾ നമ്മളോട് അള്ളാഹിനോട് ഏറ്റി പറയാണ്. എന്നിട്ട് അള്ളാഹിനോട് അതിൽ പശ്ചാത്തപിക്കുകയാണ്, ഖേദിച്ച് മടങ്ങി പശ്ചാത്തപിക്കുകയാണ്. അത് താബ ഇലയ്യ ഇല തുബ്തു ഇലല്ലാ, തുബ്തു ഇലല്ലാ, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങി. അവിടെ താബ ഇല. നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അള്ളാഹു നമ്മളിലേക്ക് മടങ്ങും. എങ്ങനെ? നമ്മുടെ തൗബ സ്വീകരിച്ച് നമ്മളുടെ പാപം പൊറുത്ത് അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹിൻ്റെ മടക്കുന്നത് നമ്മളിലേക്ക്. അതാണ് താബ അല. താബ അല അത് മുകളിൽ നിന്നുള്ള തൗബയാണ്. താബ അല അവിടുന്ന് കേട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് താബ ഇല. രണ്ടും അങ്ങ് ആയത്തുണ്ട്. വമൻ താബ താബ അല്ലാഹു അലൈഹി. വമൻ താബ, വല്ലവരും തൗബ ചെയ്താൽ, അത് താബ ഇലാണ്. താബ അല്ലാഹു അലൈഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗബ സ്വീകരിക്കും. അള്ളാഹിൻ്റെ തൗബ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മളെ തൗബക്ക് അള്ളാഹു ഒരിക്കലാണ്, അതിനുള്ള ഉദവി തരലാണ്. തൗബ അള്ളാഹു നിയമമാക്കലാണ്, നിശ്ചയിക്കലാണ്. അള്ളാഹു പശ്ചാത്തലം വിധിച്ചില്ലേ? ഒരിക്കലാണ്. പിന്നെ നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ തൗബ കബൂലാക്കിയിട്ട് നമ്മളെ അനുഗ്രഹിക്കലാണ്. അള്ളാഹുവിൽ നിന്നുള്ള തൗബ. യതൂബ അലൈഹി എന്നാണ്. തൗബ യതൂബ അല, അലൈഹിം, പശ്ചാത്താപം സ്വീകരിക്കുക, തൗബ കബൂലാക്കുക. അവരുടെ തൗബ അള്ളാഹു കബൂലാക്കുകയും ചെയ്യാൻ വേണ്ടി. ലിയജ്സി അല്ലാഹു സാദിഖീന ബിസിദ്ഖിഹിം വയുഅദ്ദിബൽ മുനാഫിഖീന ഇൻഷാ ഔ യതൂബ അലൈഹിം ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. ഇന്നല്ലാഹ്, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഓർത്തുണ്ട്, കാരണം ഓർത്തുണ്ട്. തൗക്കീദിനും തഅലീലിനും, തൗക്കീദ് എന്ന് പറഞ്ഞാൽ ശക്തിപ്പെടുത്താൻ, തഅലീൽ എന്ന് പറഞ്ഞാൽ കാരണം ബോധിപ്പിക്കാൻ. ഔ യതൂബ അലൈഹിം, അല്ലെങ്കിൽ അവരുടെ തൗബ അള്ളാഹു കബൂലാക്കാൻ. ഇന്നല്ലാഹ്, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല കാന ഗഫൂറർ റഹീമ. കാന അവൻ ആകുന്നു, ഇന്നലെയാണ്, ഇന്നിപ്പോഴുമാണ്, ഫ്യൂച്ചറിൽ ആകും. കാന അല്ലാഹ്, കാന അവനാകുന്നു, ഗഫൂറൻ, ഗഫൂറും, റഹീമൻ, റഹീമും. നമ്മളിത് ഗഫൂർ റഹീം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഗഫൂർ എന്നതിനോട് ചേർന്ന് റഹീം പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ ഇത് ഈ രീതിയിൽ വന്ന വിഷയങ്ങളൊക്കെ പറഞ്ഞു. 49 തവണയോളം എനിക്ക് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗഫൂർ റഹീം. പിന്നെ 11 സന്ദർഭത്തിൽ ഗഫൂർ റഹീം എന്നുള്ളത് ഇതിൻ്റെ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഏതായാലും ഈ ഗഫൂർ റഹീം എന്നീ നാമങ്ങൾ ചേർത്ത് പറഞ്ഞതിൻ്റെ വിഷയമൊക്കെ നമ്മൾ പറഞ്ഞു പോയി. ഇവിടെ നോക്കി നിങ്ങൾ, ഔ യതൂബ അലൈഹിം എന്ന് പറഞ്ഞ് അവൻ തൗബ കബൂലാക്കാൻ വേണ്ടി. ഇവിടെ ഇന്നഹു കാന ഗഫൂറ റഹീമ എന്ന് പറഞ്ഞാൽ ഇന്നഹു, കാരണം അവൻ, തീർച്ചയായും അവൻ, കാന ഗഫൂറ റഹീമ അല്ലേ. ഇവിടെ ഇബ്മാറ് മതി, ഇബ്ഹാറ് വേണ്ട. ഇബ്ഹാർ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നുള്ള നാമം ലഫ്ദുൽ ജലാല അതിവിടെ പറയാതെ ഇന്നഹു ദമീർ മതി. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദമീറില്ലാതെ അള്ളാഹ് എന്ന് ലഫ്ദുൽ ജലാല, ഇസ്മുൽ ജലാല, ഈ അള്ളാഹിൻ്റെ പേരിനെ ഇവിടെ പറഞ്ഞത് എന്തിനാ? ഇത് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഇത് അള്ളാഹു മാത്രമേ ഉള്ളൂ ഉണ്മയുടെ ലോകത്ത്. അതിനെ ബോധ്യപ്പെടുത്താനാണ് ഇബ്മാർ, ദമീർ പറയേണ്ടടുത്ത് ഇബ്ഹാർ, പ്രത്യക്ഷമായ അള്ളാഹിൻ്റെ പേര് തന്നെ പറഞ്ഞത് എന്നുള്ളത് അതിൻ്റെ ഒരു വിഷയം. ഗഫൂർ റഹീം നമ്മൾ പറഞ്ഞു. ഗഫൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവൻ, മറക്കുന്നവൻ. അത് എണ്ണത്തിലും വണ്ണത്തിലും. എത്ര പാപികളുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാൻ മതി. എത്ര തെറ്റ്, എണ്ണത്തിൽ, അതതിൽ പാപികൾ എത്ര ഉണ്ടെങ്കിലും, പിന്നെ അവരുടെ പാപങ്ങൾ അത് വണ്ണത്തിൽ എത്രയാണെങ്കിലും, കൈഫിലും കെമ്മിലും, കെയ്ഫ് കെം, കെം എന്ന് പറഞ്ഞാൽ എണ്ണം, കെയ്ഫ് എന്ന് പറഞ്ഞാൽ കോലം, എത്ര ഉണ്ടെങ്കിലും പുറത്തു മാപ്പാക്കുന്നവൻ ഗഫൂർ. അതേപോലെ തന്നെ റഹീം, എത്ര ആളുകളുണ്ടെങ്കിലും, എത്ര ആവശ്യമാണെങ്കിലും അവർക്കൊക്കെ റഹ്മത്ത് കനിയുന്നവൻ ആണ് റഹീം. നമ്മളതൊക്കെ ഇതിനു മുമ്പ് തന്നെ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാ വിഷയം, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. വറദ്ദല്ലാഹു അല്ലദീന കഫറൂ ബിഗൈദിഹിം. വറദ്ദല്ലാഹ്, റദ്ദ എന്ന് തിരിച്ചയച്ചു, മടക്കി. റദ്ദ, വറദ്ദല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കുകയും ചെയ്തു, തിരിച്ചയക്കുകയും ചെയ്തു. ആരെ? അല്ലദീന കഫറൂ,
അവിശ്വസിച്ചവരെ. ആരെ ഈ അവിശ്വസിച്ചവർ? സഖ്യകക്ഷികൾ, അഹ്സാബ്. അഹ്സാബില്ലല്ലോ മദീനയിലേക്ക് വന്ന അഹ്സാബ്, അവരാണ് അല്ലദീന കഫറു. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചയച്ചു. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വന്ന 10,000 വരുന്ന സഖ്യകക്ഷികൾ, ഖുറൈശികൾ, അഹ്ബാഷ്, ബനു സുലൈം, ഖത്ഫാൻ, ബനു തിഹാം, അഹ്ലു തിഹാമ, ഇങ്ങനെ പിന്നെ ബനു ഫസാർ, അങ്ങനെ കുറേയല്ലേ. ഈ സഖ്യകക്ഷികളാകുന്ന അവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചയച്ചു, മടക്കി അയച്ചു. ബിഗൈദിഹിൻ, ഇത് ഹാലാണിത്. ബിഗൈദിഹിൻ എന്നാൽ അവരുടെ ഗൈബോടുകൂടി. ബൗൽ മുലാബസ എന്ന് പറയാം, ബൗൽ മുലാമസ എന്ന് പറഞ്ഞാൽ അവരുടെ ഗൈബോട് കൂടിയിട്ട് തിരിച്ചയച്ചു. ഗൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പിന്നെ ഈ പക, ദേഷ്യം, ഒരാളോടുള്ള പക മൂക്കുമ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന ഈർഷ്യത, ദേഷ്യം, അതാണ് ഗൈബ്. ഹിഖ്ദ് മൂത്താൽ, ഹിഖ്ദ് എന്നതാ ഒരാളോടുള്ള പോര്, ആ പോര് മൂത്താൽ ഉണ്ടാകുന്ന ദേഷ്യം, അതാണ് ഗൈബ്. ഗൈബ് അതിനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഉറക്കം ഉണ്ടാവില്ല, ഊന്നും ഉണ്ടാവില്ല, എത്തും ഉണ്ടാവില്ല. ഗൈബിഹിം, അവരുടെ ഗൈബോടുകൂടി മടക്കി. ഒരുത്തന അടുക്കളയിൽ നിന്ന് ചിരവുകൊണ്ട് അടിയിട്ടി തലക്ക് കയറുന്നത്, അടുക്കളയിൽ നിന്ന് ചിരവുകൊണ്ട് തലക്കൊരു അടിയിട്ടിയാണ്. അതിൻ്റെ പുറത്തേക്ക് ചാടിയിട്ട് പോകുന്ന അടുക്കളയ്ക്ക് നോക്കിയിട്ട് പറയണേ ഇന്ന തച്ച അങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞത്. ഇന്നെ കാട്ടിയാൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന്. അടുക്കളയിൽ നിന്ന് ചിരവുകൊണ്ട് അടിയിട്ടിയതാണ്. അടിച്ച ആളെ പറയണ്ട. ഇപ്പോഴത്തെ കാലത്ത് ഇനി അതൊക്കെ വലിയ പിന്നെ സ്ത്രീ വിരുദ്ധതയും ഒക്കെ ആയി മാറും. അടുക്കളയിൽ നിന്ന് ചിരവുകൊണ്ട് കാര്യത്തിന് ഒരു അടിയിട്ടി, അതിന് അടീൻ്റെ ഏറ്റി പുറത്തേക്കും ചാടിയിട്ട് അടുക്കളയ്ക്ക് നോക്കിയിട്ട് പറയണ ഇന്ന കാട്ടിയാൽ ഇങ്ങനെ ഇരിക്കുമെന്ന്. അത് പുറത്തുള്ളവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഏതായാലും അതാണ് ഈ ഗൈബിൻ്റെ വർത്താനം. വറദ്ദല്ലാഹു അല്ലദീന കഫറു, അവിശ്വസിച്ചവർ അള്ളാഹു തിരിച്ചയച്ച് ബിഗൈബിഹിം, അവരുടെ ആ ഈർഷ്യതയോടുകൂടി. അബൂ സുഫിയാൻ കുട്ടി മടങ്ങിയപ്പോഴേ അവരുടെ മനസ്സ് ഈ ഗൈബ്, ഇതാണ് അവരുടെ ഹാല്. രണ്ടാമത്തെ ഹാലാണ് ലം യനാലു ഖൈറ, ലം യനാലു, അവർ നേടിയില്ല, ഖൈറൻ, ഒരു ഗുണവും ഒരു നന്മയും അവർ നേടിയില്ല. എന്തിനാണ് അവർ വന്നത്? എന്തിനാണ് അഹ്സാബ് വന്നത്? മദീനയെ തീർക്കാനാണ്, വിശ്വാസികളെ ഇല്ലാതാക്കാനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലാതാക്കാനാണ്, മദീനയെ അവിടെ നിന്ന് ഉന്മൂലനാശം വരുത്താനാണ്. പക്ഷേ അവർക്ക് ഇത്തരം 30,000 ആളുകൾ അവരുടെ എല്ലാ കോപ്പുകളോടും കൂടി സാമ്പത്തികമായി, സൈനിക ശേഷിയിൽ, കായിക ബലത്തിൽ, എല്ലാ തികവിലും മദീനയിൽ വന്ന് നിൽക്കുകയാണ്. മദീനയിലേക്ക് അവർ കയറി, ഹറമിനുള്ളിൽ കയറി. ഉഹദ് മലൻ്റെ അപ്പുറല്ലേ ഹറമിൻ്റെ അതിർത്തി. ഉഹദ് മലൻ്റെ പുറത്തേക്ക് അവർ മസ്ജിദ് നബവി വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തേക്ക് അവർ വന്നു. എന്നിട്ട് ലം യനാലു ഖൈറൻ, ഒരു ഖൈറും അവർ നേടിയില്ല. ആ ഹാല് ഗൈദോടുകൂടി, ഈ ഹാലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തിരിച്ചയച്ചു. അള്ളാഹു തിരിച്ചയച്ചു. വറദ്ദല്ലാ, അവർ മടങ്ങിയതല്ല, പിന്നെ അള്ളാഹു മടക്കിയതാണ്. കാരണം എന്താ? അള്ളാഹുവാണ് ആ ശൈത്യക്കാറ്റിനെ അയച്ചത്. റീഹൻ വാർസൽന അലൈഹിം റീഹൻ, അവരുടെ മേൽ അള്ളാഹു നാം ഒരു കാറ്റിനെ അയച്ചു. വജുനൂദല്ലം തറൗഹ, നിങ്ങൾ കാണാത്ത ഒരു സൈന്യത്തെയും അയച്ചു. അങ്ങനെയാണ് മടക്കിയത്. അതുകൊണ്ടാണ് വറദ്ദല്ല എന്ന് പറഞ്ഞത്. ഇർജാഅത്കും ജുനൂദുൻ, ഇർജാഅത്കും, അള്ളാഹു പറഞ്ഞില്ലേ വിശ്വാസികളെ ഓർക്കണം. ഇർജാഅത്കും ജുനൂദുൻ, നിങ്ങൾക്ക് നേരെ സൈന്യങ്ങൾ വന്ന സമയം. ഫഅർസൽന അലൈഹിം റീഹ, അവരുടെ നേരെ നാം ഒരു കാറ്റിനെ അയച്ചു. വജുനൂദല്ലം തറൗഹ, അപ്പോൾ അള്ളാഹുവാണ് അവരെ അങ്ങനെ മടക്കിയത്. ഇനി അള്ളാഹു പറയണം വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ, ഇതൊരു പ്രയോഗമാണ്. കഫല്ലാഹു അൽ മുഅ്മിനീനൽ ഖിതാൽ, അതിൻ്റെ ഉദ്ദേശം മുഅ്മിനീങ്ങൾക്ക് ഖിതാൽ വേണ്ടി വന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഒരു ഖിതാൽ, യുദ്ധം മുഅ്മിനീങ്ങൾക്ക് ഒഴിവാക്കി. അതാണ് അതിൻ്റെ ഉദ്ദേശം. കഫല്ലാഹു, അള്ളാഹു മതിയായവനായി, അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ തൊട്ട്, അൽ ഖിതാൽ, യുദ്ധത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു മതിയായവനായി നോക്കുന്നെങ്കിൽ മുഅ്മിനീങ്ങൾക്കൊരു യുദ്ധം അള്ളാഹു ഒഴിവാക്കി കൊടുത്തു. അതാണ് അതിൻ്റെ ഉദ്ദേശം. കഫ, ഈ കഫ എന്നുള്ളതിൻ്റെ മസ്തറാണ് എന്ത്? കഫ പറയും സലാം ബ്രദർ. കിഫായത്ത്, കഫ കിഫായത്ത്,
കിഫായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ ഒരു മഹാ വിശേഷണമാണത്. അത് നമ്മളെ ശരിക്കും നമ്മൾ ബോധ്യപ്പെടേണ്ട ഒരു വിഷയമാണത്. ഞാനൊരു ദുആ ഇതോടെ അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന. എന്താ വകഫാന ആവാന. അൽഹംദുലില്ലാഹില്ലദീ അത്അമന വസഖാന വകഫാന വആവാന ഫകം മിമ്മൻ ലാ കാഫിയ ലഹു വലാ മുഅ്ദി. ഇതെവിടെ ചെല്ലണത്? ഉറങ്ങണേൻ്റെ മുമ്പ് തീർന്നില്ല ഇത് കേട്ടോ. ഫക്കം മിമ്മല്ല അത് നിങ്ങൾ ഇതാക്കിയത്. ഫക്കം മിമ്മല്ല കാഫിയ ലഹു വലാ മുഅ്ദി. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലേണ്ടതാണ്. അവിടെ വക്കഫാന അല്ലേ. അതേപോലെ മറ്റൊരു ദുആ ഉണ്ട്, പ്രസിദ്ധമായ ദുആ. അല്ലാഹുമ്മ ഇക്ഫിനീഹിം. അതെന്താ? ഇക്ഫിനീഹിം ബിമാ ശിഇത്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇക്ഫിനീഹിം നീ എനിക്ക് മതിയായവനാകണം. ബിമാ ശിഇത് നീ ഉദ്ദേശിക്കുന്നത് കൊണ്ടല്ല, നീ എനിക്ക് മതിയായവനാകണം. ഇക്ഫിനീഹിം കഫാന അത് ഈ കിഫായയിൽ നിന്നാണ്. അതിൻ്റെ ക്രിയയാണ് കഫ. എന്താ കഫ? അള്ളാഹു മതിയായവനായി എന്നാണ്. അൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് അൽ ഖിതാൽ ഒരു യുദ്ധം ചെയ്യുന്നതിനെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തെ ഒഴിവാക്കി കൊടുത്തു എന്നുള്ളത് വലിയ അനുഗ്രഹമല്ലേ അത്? അതേപോലെ അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വ അഗ്നി ബിഫദ്ലിക അമ്മൻ സിവാക്. കടം വിടാനുള്ള ദുആണ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക നിൻ്റെ ഹലാൽ കൊണ്ട് നീ എനിക്ക് മതിയായവനാകണം. അൻ ഹറാമിക് നിൻ്റെ ഹറാമിൽ നിന്ന്, ഹറാമിനെ തൊട്ട്. എന്താ ഈ കിഫായത്ത് കഫ? അള്ളാഹുവിൻ്റെ കിഫായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടി നിർവഹിക്കുക. നമ്മളുടെ കാര്യങ്ങൾ അതെന്താകട്ടെ, സന്തോഷപൂർണ്ണമാകട്ടെ സന്താപൂർണ്ണമാകട്ടെ, നമ്മളുടേത് ഇതല്ല. അള്ളാഹു നമ്മളെക്കാൾ നമ്മളോട് റഹ്മത്തുള്ളവനാണ്. അപ്പോൾ നമ്മളുടേത് അള്ളാഹു ഏറ്റെടുത്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് പ്രതികൂല അവസ്ഥകൾ, പ്രാതികൂല്യ അവസ്ഥകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൊട്ട് കൈകാര്യം ചെയ്യുക. നമ്മൾ ചെറുക്കേണ്ടത്, നമ്മൾ തടുക്കേണ്ടത്, നമ്മൾ പ്രതിരോധിക്കേണ്ടത്, നമ്മൾ അത് ചെയ്യാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അള്ളാഹ് ചെയ്യുക. നമ്മൾ ഇതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മളുടേത് ചെയ്യുക. അതാണ് ഈ കിഫായത്ത് അറിയിക്കുന്നത്. അതാണ് ഈ ദുആകൾ അറിയിക്കുന്നത്. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു ബികാഫിൻ. എന്താ അള്ളാഹു കാഫിൻ, എന്താ കഫയിൽ നിന്നാണത്. കാഫിൻ അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹു. ദാസൻ്റെ കാര്യങ്ങൾ അവന് വേണ്ടി ചെയ്യാൻ അള്ളാഹു പോരെ എന്നാണ്. ഫസയക്ഫീകഹുമുള്ള. എന്താ ഫസയക്ഫീകഹുമുള്ള. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. അള്ളാഹു പറയുന്നത് പരിഹസിക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടി കൈകാര്യം ചെയ്യാൻ അള്ളാഹു മതി എന്നാണ്. നിങ്ങളവരെ കൈകാര്യം ചെയ്യാൻ പോണ്ടത് അള്ളാഹു ഏറ്റു അതാണ്. അതേപോലെ ഫസയക്ഫീകഹും അള്ളാഹ് താങ്കൾക്ക് വേണ്ടി അവരെ കൈകാര്യം ചെയ്യും അള്ളാഹു എന്ന് പറയുന്നു. എവിടെയാണത്? ഫസയക്ഫീകഹുമുള്ള സൂറത്തുൽ ബഖറയിൽ ഉത്ബാ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ ശത്രുക്കൾ, തീവ്രവാദികൾ ആക്രമിച്ചില്ലേ? ആക്രമിച്ചപ്പോൾ കുത്തിയപ്പോൾ അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തം ആദ്യ തുള്ളി വിറ്റിയത് ഈ ആയത്തിലേക്കാണെന്നാണ്. ഫസയക്ഫീകഹുമുള്ള എന്നുള്ള ആയത്തിലേക്ക്. അതേപോലെ തന്നെ അള്ളാഹു അവരെ കൈകാര്യം ചെയ്ത് ഇല്ല. അവിടെ പിന്നെ ഇവിടെ വിഷയതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെ ഈ കിഫായത്ത്. അത് നമ്മൾ അള്ളാഹിനോട് തേടുന്നത്. ഈ ദുആ നോക്കി നിങ്ങൾ അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഇത്. ഇതാരുടെ ദുആ? അള്ളാഹുവേ നീ ഉദ്ദേശിക്കുന്നത് കൊണ്ടെല്ലാം അവരെ കൈകാര്യം ചെയ്യാൻ നീ എനിക്ക് മതിയാവനാകുക എന്നാണ്. അള്ളാഹിനോട് എൻ്റെ കാര്യം ഏറ്റെടുത്ത് നീ നിർവഹിക്കുക എന്നാണ്. ഇതാരുടെ ദുആ? ഇതൊരു കുട്ടീൻ്റെ ദുആണ്. ഒരു ഗുലാം കുട്ടീൻ്റെ ദുആണ്. ആ കുട്ടീനെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ മലമുകളിലേക്ക് കൊണ്ടുപോയിട്ട് മലൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് എറിയാനാണ് പറഞ്ഞത് രാജാവ് സൈനികരോട്. അല്ലേ? മലൻ്റെ മുകളിലേക്ക് എത്തി അവർ എറിയാൻ നിൽക്കുമ്പോഴാണ് ഈ ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ ക്ഫിനീഹിം ബിമാ ശിഇത്. മല വിറച്ചു. എറിയാൻ കൊണ്ടുപോയ സൈനികരെ മല താഴത്തേക്ക് എറിഞ്ഞു. കുട്ടി സുരക്ഷിതനായി മടങ്ങിയതാണ്. പിന്നെ രാജാവ് കടലിലേക്ക് എറിയാൻ പറയണം. അപ്പോൾ ഒരു സൗറക്കിൽ ബോട്ടിൽ
കടലിലേക്ക് കൊണ്ടുപോകാൻ പറയണം. എന്നിട്ട് കടൽ മധ്യത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ കടലിലേക്ക് ഇടാൻ പറയണം. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി. കടൽ മധ്യത്തിലെത്തിയപ്പോൾ ഈ കുട്ടി ദുആ ചെയ്ത് അല്ലാഹു മക്ഫിനിഹിം ബിമാ ശിഅ്ത്. അതോടുകൂടി ഈ ബോട്ട് ഈ കൊണ്ടുപോയ സൈനികരെ കടലിലേക്ക് എറിഞ്ഞു. കുട്ടി സുരക്ഷിതമായി മടങ്ങി എന്നുള്ളതാണ് ഇതിലാണ് ദുആ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത അലൈസല്ലാഹു ബികാഫിൻ അതാണ് അള്ളാഹുവിൻ്റെ കിഫായത്തിനെ അറിയിക്കുന്ന വിശേഷണമാണ് ഇത്. അള്ളാഹിൻ്റെ പ്രവൃത്തിയാണ്. വഖഫല്ലാഹുൽ മുഅ്മിനീന അൽ ഖിതാൽ. ഇൻഷാ അല്ലാഹ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ മശീയത്തിലെ കാര്യങ്ങളെ ഏൽപ്പിക്കലാണ്. ഇത് ബിമാഷി എന്ന് പറഞ്ഞാൽ നീ ഉദ്ദേശിക്കുന്നത് കൊണ്ടല്ല അല്ല, അതൊരു തേട്ടമല്ല, എന്തൊരു പ്രസ്താവനല്ലേ. നീ ഉദ്ദേശിക്കുന്നത് കൊണ്ടല്ല അവരെ തൊട്ട് നീ എനിക്ക് മതിയായവനാക് എന്നത് വേണം. മാഷി എന്നുള്ളത് മൗസൂലയാണ്. ഇസ്മു മൗസൂലയാണ്. നീ ഉദ്ദേശിക്കുന്നത് കൊണ്ടെല്ലാം. വഖഫല്ലാഹുൽ മുഅ്മിനീന ഖിതാൽ വകാന അല്ലാഹു ഖവിയ്യൻ അസീസ. വകാന അല്ലാഹു ആകുന്നു ഖവിയ്യൻ, ഖവിയ്യൻ സ്ട്രോങ്, കരുത്തൻ. അസീസൻ എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരെയും തോൽപ്പിച്ച് ജയിച്ച് നിൽക്കുന്നവൻ, എല്ലാവരെയും അതിജയിച്ച് നിൽക്കുന്നവൻ. ലാ യുഗ്ലബ് അൽ ഗാലിബുല്ലദീ ലാ യുഗ്ലബ്, തോൽപ്പിക്കപ്പെടാതെ ജയിച്ച് നിൽക്കുന്നവനാണ് അസീസ്. വകാന അല്ലാഹു ഖവിയ്യൻ അസീസൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖവിയാകുന്നു, അസീസാകുന്നു. അതുകൊണ്ട് തന്നെ ഈ ആൾബലത്തെ 10,000 വരുന്ന ആൾബലത്തെ ഒരു കാറ്റ് കണ്ണിൽ കാണാത്ത ചില സൈന്യങ്ങളെ അയച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കി തിരുത്തി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാറുള്ളത്. ഖലാസ് ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഖിതാൽ കഫല്ലാഹുൽ മുഅ്മിനീന അൽ ഖിതാൽ എന്ന് പറഞ്ഞേ, ഖിതാൽ ഇല്ലാത്ത അവസ്ഥ മുഅ്മിനീങ്ങൾക്ക് വെച്ചതല്ല. അതിൻ്റെ അർത്ഥം വലിയൊരു രക്തരൂക്ഷ യുദ്ധം, ശത്രു പ്രതീക്ഷിക്കുന്ന പോലെ ഒരു യുദ്ധം ഉണ്ടായില്ല. പക്ഷെ ചില പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുഅ്മിനീങ്ങളിൽ നിന്ന് ചിലർ രക്തസാക്ഷികളായില്ലേ. തുഫൈൽ ഇബ്നു നുഅ്മാൻ, നമ്മൾ വഹ്ശിനെ കുറിച്ച് പറഞ്ഞില്ലേ. വഹ്ശി ഖന്തക്കിലും വന്നു, ഉഹുദിൽ വന്നില്ലേ ശത്രുക്കളുടെ കൂടെ. ഖന്തക്കിലും വഹ്ശിയുണ്ട്. ഹംസയെ കൊന്ന അതേ വഹ്ശിയാണ് തുഫൈൽ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖന്തക്കിൽ കൊന്നത്, വധിച്ചത്. പിന്നെ അതേപോലെ തന്നെ കഅബ് ഇബ്നു സെയ്ദ് എന്ന സഹാബിനെ ദിറാർ ഇബ്നുൽ ഖത്താബാണ് വധിച്ചത്. ദിറാർ ഇബ്നുൽ ഖത്താബ് ആരാ? ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ ദിറാർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് അൽ അദവിയാണ്. ദിറാർ ഇബ്നുൽ ഖത്താബ് അൽ ഫിഹ്രിയാണ്. ഈ ദിറാർ ഇബ്നുൽ ഖത്താബ് അൽ ഫിഹ്രി എന്ന് പറയുന്ന മുശ്രിക്കാണ് കഅബ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹു വധിച്ചത്. അതേപോലെ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സഅലബ ഇബ്നു ഗനമ റളിയല്ലാഹു തആല അൻഹു, സഹൽ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൽ അശ്ഹലി, സഹൽ ഇബ്നു അബ്ദുല്ലാ അൽ അശ്ഹലി റളിയല്ലാഹു. ഇങ്ങനെ 6 ശുഹദാക്കൾ ഇവിടെ 6 പേര് ഷഹീദായിട്ടുണ്ട് ഇവിടെ ഖന്തഖിൽ. അപ്പോൾ ചില ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തില്ല, ഒരു രക്തരൂക്ഷിതമായൊരു യുദ്ധം, ശത്രു ഇങ്ങനെ വന്നിട്ടുള്ള ഒരു ശത്രു, അവരുടെ ഒരു യുദ്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല അതവിടെ ഉണ്ടാക്കിയില്ല. മുസ്ലിമീങ്ങളെ തൊട്ട് വഴി മാറ്റി എന്നുള്ളതാണ്. ഖലാസ്, നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇനി നമുക്ക് ഈ ബനു ഖുറൈദ നമ്മുടെ വിഷയം, അത് പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ്. ബനു ഖുറൈദക്കാരുടെ വിഷയമാണ് ഇനി വരുന്നത്. അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നുള്ളത് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഇസ്ലാമിക ചരിത്രമാണ്. ശത്രുക്കളേറെ കൊട്ടിഘോഷിക്കുന്ന ഒരു ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ബിഇദ്നില്ലാഹ്.